യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടി. നിർണായകമായത് കാന്തപുരം AP അബൂബക്കറിന്റെ ഇടപെടൽ. നിമിഷപ്രിയ കേരളത്തിലെത്തുമെന്നാണ് തന്റെ ഉറച്ച വിശ്വാസമെന്ന് ചാണ്ടി ഉമ്മൻ MLA. കീം റാങ്ക് പട്ടിക അവസാന നിമിഷം ഏകീകരണ ഫോർമുല മാറ്റിയത് എന്തിനെന്ന് സുപ്രീംകോടതി. ഹർജി ബുധനാഴ്ച വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കും. ഇരിങ്ങാലക്കുടയിൽ മന്ത്രി R. ബിന്ദുവിനെ ABVP പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. അതിരപ്പള്ളിയിലെ റിസോർട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ കാട്ടാൻ ആക്രമിച്ചു. റിസോർട്ടിന്റെ മതിൽ തകർത്താണ് ആന അകത്ത് കടന്നത്. അഴീക്കോട് നിരോധനം മറികടന്ന് അയലക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തു. പിടികൂടിയ 500 കിലോ ചെറു മത്സ്യങ്ങളെ പുറംകടലിൽ നിക്ഷേപിച്ചു. കോടശ്ശേരി പഞ്ചായത്തിൽ UDF ഹർത്താൽ പൂർണ്ണം. പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഭരണപക്ഷ അംഗങ്ങളെ LDF അംഗങ്ങൾ മർദ്ദിച്ചുവെന്നാരോപിച്ചായിരുന്നു ഹർത്താൽ. നമസ്കാരം. വാർത്തകൾ വിശദമായി. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നിർണായക തീരുമാനമായത്. കൊല്ലപ്പെട്ട യമൻ പൌരന്റെ കുടുംബവുമായി ചർച്ചകൾ തുടരണമെന്നാണ് നിമിഷപ്രിയയുടെ കുടുംബത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിലവിൽ യമൻ പൌരൻ തലാലിന്റെ കുടുംബത്തിന്റെ അനുമതിയില്ലാതെയാണ് വധശിക്ഷ നീട്ടിവെച്ച ഉത്തരവിറങ്ങിയിട്ടുള്ളത്. ദയാദനം സ്വീകരിക്കുന്നതിലോ മാപ്പ് നൽകുന്നതിലോ അന്തിമ തീരുമാനവും പുറത്തുവന്നിട്ടില്ല. നിമിഷപ്രിയ കേരളത്തിലെത്തുമെന്നാണ് തന്റെ ഉറച്ച വിശ്വാസമെന്ന് ചാണ്ടി ഉമ്മൻ MLA. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. തന്റെ പിതാവിന്റെ അവസാനത്തെ ആഗ്രഹം ഒരു ഘട്ടം വിജയിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. നിമിഷപ്രിയയുടെ മോചനത്തിന് ജാഗ്രതയോടെയുള്ള നീക്കം ആവശ്യമാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കൽ നീട്ടിവെച്ച യമൻ സർക്കാരിന്റെ നടപടിക്ക് പ്രേരകമായ മനുഷ്യസ്നേഹപരമായ ഇടപെടലുകൾ നടത്തിയ ഗവർണർക്കും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കും പ്രവാസി വ്യവസായി സാജൻ ലത്തീഫിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ചാണ്ടി ഉമ്മൻ നന്ദി പറഞ്ഞു. എൻ്റെ പിതാവിൻ്റെ അവസാനത്തെ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ 2ാം ചരമദിനം ഈ മാസം 18-ന് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു പടിയിലേക്ക് എത്തുന്നു എന്ന് കാണുമ്പോൾ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. കൂട്ടായ ഒരു പരിശ്രമം, അതിനകത്ത് ആദരണീയനായ ഗവർണറിൻ്റെ പങ്ക് വളരെ വലുതാണ്. നിങ്ങൾക്കറിയാം, പലതവണ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു കത്ത് കൊടുക്കേണ്ടിയിരുന്നു. ആ കത്ത് കൊടുക്കുവാൻ സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് യമൻ ഗവൺമെൻറ്റിന് പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഗവർണറിൻ്റെ ഇടപെടൽ മൂലമാണെന്നാണ് ശ്രീ സാമുവൽ അദ്ദേഹത്തിൻ്റെ പവർ ഓഫ് അറ്റോണമി എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു പങ്ക് അദ്ദേഹത്തിനുണ്ട്. അതിനുശേഷം വലിയ സീരിയസ് ആയിട്ടാണ് യമൻ ഗവൺമെൻറ് ഇത് എടുത്തെന്ന് പറയുന്നു. അതുപോലെ ആദരണീയനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർകൾ, അദ്ദേഹത്തിൻ്റെ വലിയൊരു പങ്ക്, അദ്ദേഹത്തിൻ്റെ സ്പിരിച്വലായിട്ടും അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യലായിട്ടുള്ള അവിടെ കണക്ഷൻസ് ഉപയോഗിച്ച് അവിടെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബിസിനസ്മാൻ സാജൻ ലത്തീഫ്, അദ്ദേഹം ഇതിനകത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഒരു നിർണായകമായ പങ്ക് ഉണ്ട് ഈ കാര്യത്തിൽ. അതേപോലെ പലരും ശ്രമിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ദീപ ജോസഫിൻ്റെ ഒത്തിരി എഫേർട്സ്, വർഷങ്ങളായിട്ടുള്ള എഫേർട്സ് ഉണ്ട്. സുഭാഷ് ചന്ദ്രൻ ഈ കാര്യത്തിൽ കേസ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. കേരള ഗവൺമെൻറ്റുകൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്, വ്യക്തികൾ അതുപോലെ സംഘടനകൾ ഇടപെട്ടിട്ടുണ്ട്. എല്ലാവരുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കീം റാങ്ക് പട്ടിക സംബന്ധിച്ച ഹർജി സുപ്രീംകോടതി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. അവസാന നിമിഷം ഏകീകരണ ഫോർമുല മാറ്റിയത് എന്തിനെന്ന് സുപ്രീംകോടതി ചോദിച്ചു. കീം റാങ്ക് പട്ടിക പുനഃക്രമീകരിച്ചതുമായി ബന്ധപ്പെട്ട് കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ സർക്കാരിന് നോട്ടീസ് അയക്കാതെയായിരുന്നു സുപ്രീംകോടതിയുടെ ചോദ്യം. ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുമോയെന്നും സുപ്രീംകോടതി ചോദിച്ചു. പ്രവേശന നടപടികളെ ബാധിക്കുന്ന തീരുമാനം എടുക്കില്ലെന്ന് സൂചിപ്പിച്ചതായിരുന്നു ജസ്റ്റിസ് നരസിംഹയുടെ പ്രതികരണം. കേരള സിലബസ് വിദ്യാർത്ഥികൾക്കായി പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ ഹാജരായി. മന്ത്രി R. ബിന്ദു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുടയിൽ ABVP പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S. അക്ഷയ്, ജില്ലാ സെക്രട്ടറി യദുകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അതിരപ്പള്ളിയിലെ റിസോർട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ കാട്ടാന ആക്രമിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ റിസോർട്ടിന്റെ മതിൽ തകർത്താണ് ആന അകത്ത് കടന്നത്.
റിസോർട്ടിൽ താമസിച്ചിരുന്ന എറണാകുളത്തെ ഗ്രീൻലാൻഡ് ട്രാവൽസ് ഉടമയുടെയും മലപ്പുറം സ്വദേശിയുടെയും കാറുകളാണ് ആന തകർത്തത്. റിസോർട്ടിന്റെ പൈപ്പ് പൊളിച്ചെടുത്ത് കാറിലേക്കിടുകയും ചെയ്തു. അകത്തുണ്ടായിരുന്ന ജീവനക്കാരും മറ്റും ബഹളം വെച്ചതിനെ തുടർന്ന് പിന്നീട് ആന തിരിച്ചുപോയി. അഴീക്കോട് നിരോധനം മറികടന്ന് അയലക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തു. അഴീക്കോട് സ്വദേശി കുറ്റിക്കാട്ട് ലത്തീഫിന്റെ ഉടമസ്ഥതയിലുള്ള ത്വയ്ബ എന്ന വള്ളമാണ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. പരിശോധനയിൽ വള്ളത്തിന് രജിസ്ട്രേഷനും ലൈസൻസും ഇല്ലെന്ന് കണ്ടെത്തി. 14 സെന്റിമീറ്ററിൽ താഴെ വലുപ്പമുള്ള 500 കിലോ അയലക്കുഞ്ഞുങ്ങളാണ് വള്ളത്തിലുണ്ടായിരുന്നത്. പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പുറംകടലിൽ നിക്ഷേപിച്ചു. വള്ളം ഉടമയിൽ നിന്ന് 23,000 രൂപ പിഴ ഈടാക്കി. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സി സീമയുടെ നേതൃത്വത്തിൽ AFEO സംന ഗോപൻ, FO സഹന ഡോൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വള്ളം പിടികൂടിയത്. കോടശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഭരണപക്ഷ അംഗങ്ങളെ LDF അംഗങ്ങൾ മർദ്ദിച്ചുവെന്നാരോപിച്ച് കോടശ്ശേരി പഞ്ചായത്തിൽ UDF ഹർത്താൽ ആചരിച്ചു. ചെട്ടിക്കുളത്തും കുറ്റിച്ചിറയിലും UDFന്റെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. ഹരിതകർമ്മസേന തെരഞ്ഞെടുപ്പ് ഭരണപക്ഷം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് LDF പ്രവർത്തകരും പ്രകടനം നടത്തി. ഹർത്താലിനെ തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ബസ്സുകളും സർവീസ് നടത്തിയില്ല. ചാലക്കുടി ഡിവൈഎസ്പി PC ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ചെട്ടിക്കുളത്തെ പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലും വെള്ളിക്കുളങ്ങര പോലീസ് കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിലായിരുന്നു കയ്യാങ്കളി നടന്നത്. കഴിഞ്ഞ ജൂൺ 26 നടന്ന ഹരിതകർമ്മസേനാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയ സമിതിയെ പിരിച്ചുവിടുന്ന പ്രമേയം അവതരിപ്പിച്ചതാണ് LDF അംഗങ്ങളെ ചൊടിപ്പിച്ചത്. യോഗം ബഹിഷ്കരിച്ച LDF അംഗങ്ങൾ പഞ്ചായത്ത് കാര്യാലയം ഉപരോധിച്ചു. ഇതിനിടെ പുറത്തേക്ക് വന്ന ഭരണസമിതി അംഗങ്ങളും LDF പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. രാജ്യത്തിന് ഇത് അഭിമാന നിമിഷം. ആക്സിയം 4 ദൌത്യം വിജയകരമായി പൂർത്തീകരിച്ച് ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിലെത്തി. 18 ദിവസത്തെ ബഹിരാകാശവാസം കഴിഞ്ഞാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. ബഹിരാകാശത്ത് ചെലവഴിച്ചത് 433 മണിക്കൂറാണ്. കാലിഫോർണിയയ്ക്ക് സമീപം പസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൌൺ ചെയ്തു. കൃത്യം 3:01 സ്പ്ലാഷ് ഡൌൺ ചെയ്തത്. ബഹിരാകാശ ദൌത്യം പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു. ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തിനും പുല്ലുവില. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് തുടരുന്നു. ഒരാഴ്ചയ്ക്കകം കുരുക്ക് പരിഹരിക്കാനാണ് ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിക്കും കരാറുകാർക്കും അന്ത്യശാസനം നൽകിയിരുന്നത്. കുരുക്ക് പരിഹരിച്ചില്ലെങ്കിൽ ടോൾ പിരിവ് നിർത്തലാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കുരുക്ക് പരിഹരിക്കാൻ അടിയന്തര നടപടികൾ ഒന്നുമുണ്ടായില്ല. ആംബുലൻസുകൾ ഉൾപ്പെടെ കുരുക്കിൽപ്പെടുന്നത് പതിവാണ്. കുരുക്ക് ഒഴിവാക്കാനായി വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന സമാന്തര പാതകളും തകർന്ന നിലയിലാണ്. തിരുവത്രയിൽ വീടിന് നേരെ ആക്രമണം. തിരുവത്ര പുത്തൻകടപ്പുറം AC പടിക്ക് കിഴക്ക് ചിങ്ങനാത്ത് അബ്ദുള്ള മോന്റെ വീടിന് നേരെയാണ് അജ്ഞാതരുടെ ആക്രമണം നടന്നത്. ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്കെത്തിയപ്പോഴേക്കും അക്രമി ഓടി രക്ഷപ്പെട്ടു. മുള്ളൂർക്കര നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നു. മേൽപ്പാലം നിർമ്മാണത്തിന്റെ ആദ്യഘട്ട പ്രവൃത്തിയായ മണ്ണ് പരിശോധന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നടന്നു. KRDCL റെയിൽവേ ഓവർബ്രിഡ്ജ് സെക്ഷൻ എഞ്ചിനീയർ മിഥുൻ ജോസഫ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. 1 വർഷത്തിനുള്ളിൽ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കി 15 മാസത്തിനകം പാലം നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. K. രാധാകൃഷ്ണൻ MP, UR പ്രദീപ് MLA, മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടത്ത്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ശശികല സുബ്രഹ്മണ്യൻ, ഷാദിയ അമീർ, പ്രതിഭ മനോജ്,
പഞ്ചായത്ത് അംഗം MP കുഞ്ഞിക്കോയ തങ്ങൾ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. കേരളത്തിൽ UDF-ഉം LDF-ഉം മത്സരിച്ചുകൊണ്ട് ഭീകരവാദികളെ പിന്തുണയ്ക്കുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വിവിധ പാർട്ടികളിൽ നിന്ന് BJP-യിലെത്തിയവർക്ക് തൃശൂരിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. അക്രമ രാഷ്ട്രീയത്തിനുള്ള മറുപടിയാണ് സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ അംഗത്വം. അതിൽ വിരളിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷവും കോൺഗ്രസും. VD സതീശൻ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. BJP-യെ പരാജയപ്പെടുത്തുന്നതിനായി കോൺഗ്രസ് CPM-നെ പിന്തുണയ്ക്കുകയാണ്. കേരളത്തിലെ സാധാരണ ജനത അത് മനസ്സിലാക്കി വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP-ക്കൊപ്പം നിൽക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ, മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, അജി ഘോഷ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ V ആതിര, NK സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെ നിയമിച്ചതിനെതിരെ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് രംഗത്ത്. അനീഷ് കുമാർ പ്രസിഡന്റായിരിക്കുമ്പോൾ നടന്ന കൊടകര കുഴൽപ്പണ കേസിൽ PMLA കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണെന്നും അങ്ങനെ വന്നാൽ ഈ അലങ്കാരത്തിന് BJP സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ടി വരുമെന്നും സതീഷ് പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ തനിക്കെതിരെ പറഞ്ഞതുകൊണ്ടാണ് തെളിവുകളടക്കം പ്രതികരിച്ചതെന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നും തിരൂർ സതീഷ് TCVയോട് പറഞ്ഞു. പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷന്മാരിനെല്ലാം പാർട്ടി അത് സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ചുമതല കൊടുത്ത് അക്കോമഡേറ്റ് ചെയ്യാറുണ്ട്. ആ അക്കോമഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രസക്തിയുള്ളൊരു പോസ്റ്റ് അല്ലല്ലോ. അത് പാർട്ടിയുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, ഇതൊന്നുമില്ലെങ്കിൽ ഓഫീസ് സെക്രട്ടറി, ഇതൊക്കെയാണ് കീ പോസ്റ്റുകളും ഉത്തരവാദിത്തമുള്ള പോസ്റ്റുകളും. ഇത് വെറുതെ ഒരു റെസീറ്റ് ബുക്ക് വാങ്ങിക്കാം, പിരിവിന് നടക്കാം, അത്രയേ ഉള്ളൂ അതിൽ. അല്ലാണ്ട് അപ്പോൾ അതിൽ വേറെ പ്രാധാന്യങ്ങളൊന്നും അതിൽ ഇല്ല. എന്നെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ നടത്തിയ കള്ളപ്പണ കേസിനെ കുറിച്ച് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇതിൻ്റെ PMLA കോടതിയിലേക്ക് പോകാനുള്ള അനുമതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അവിടെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോവാണ്. അങ്ങനെ വരുമ്പോൾ ഇത് പാർട്ടിയുടെ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്ന് പോലും പാർട്ടി ഇതിന് ഡയറക്റ്റ് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും ഈ ഒരു അലങ്കാരം കൊടുത്തതിന്. ഞാൻ അന്ന് ശോഭാ സുരേന്ദ്രൻ എന്നെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ശോഭാ സുരേന്ദ്രൻ എൻ്റെ വീട്ടിൽ വന്ന ഫോട്ടോസും എല്ലാം ഞാൻ ഇട്ട് തന്നത്. അതാണ് ഞാൻ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞല്ലോ. ഇങ്ങോട്ട് നമ്മൾ പറയുമ്പോൾ എനിക്കിനി പറയാനുള്ള ഇനിയും എൻ്റെ കയ്യിൽ നിരവധി കാര്യങ്ങളുണ്ട്. നമ്മൾ അതിലല്ല ഞാൻ ഫോക്കസ് ചെയ്തത്. ഗുരുവായൂർ നഗരസഭ ബസ് സ്റ്റാൻഡ്, ക്യാപ്റ്റൻ ലക്ഷ്മി, ഷീ സ്റ്റേ ഹോം എന്നിവ ഓണത്തിന് മുമ്പ് ഭാഗികമായി തുറന്നു നൽകാൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ വരാനും പോകാനുമുള്ള സൗകര്യം ഏർപ്പെടുത്തും. ഒരു വർഷത്തിനുള്ളിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ വാർപ്പ് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായി ചെയർമാൻ M കൃഷ്ണദാസ് അറിയിച്ചു. സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ താഴത്തെ നില ഓണത്തിന് മുമ്പ് തുറന്നു കൊടുക്കും. ഷീ സ്റ്റേ ഹോമിലെ റെസ്റ്റോറന്റ് ഒഴികെയുള്ള പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് പകുതിയോടെ ആരംഭിക്കും. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്ത് 1.5 വർഷമായിട്ടും ഷീ സ്റ്റേ ഹോം തുറന്നു കൊടുക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ പറഞ്ഞു. നിർമ്മാണം പൂർത്തിയാകാതെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായിരുന്നുവെന്നും ഉദയൻ കുറ്റപ്പെടുത്തി. ഉദ്ഘാടനം തീരുമാനിച്ചതിന് ശേഷം ശക്തമായ മഴയിൽ പെയിന്റിംഗ് അടക്കമുള്ള ജോലികൾ തടസ്സപ്പെട്ടതാണ് തുറന്നു കൊടുക്കാൻ വൈകിയതെന്ന് ചെയർമാൻ പറഞ്ഞു. പടിഞ്ഞാറേ നടയിലെ നഗരസഭാ മിനി മാർക്കറ്റ് കെട്ടിടം ശോചനീയാവസ്ഥയിലാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. കെട്ടിടത്തിൽ മരങ്ങൾ വളർന്ന് കാട് പിടിച്ചതിനാൽ വനം വകുപ്പ് ഇവിടെ വനമായി പ്രഖ്യാപിക്കുമെന്നും പ്രതിപക്ഷം പരിഹസിച്ചു. ജീവന് ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ കെട്ടിടം പൊളിക്കണമെന്ന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് ആവശ്യപ്പെട്ടു. ഇക്കാര്യം പരിശോധിച്ച് അടിയന്തര നടപടിയെടുക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു. നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഭേദഗതി വരുത്താൻ കൗൺസിൽ തീരുമാനിച്ചു. TCV ഗുരുവായൂർ. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ ആളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറമനേങ്ങാട് നെല്ലിപ്പറമ്പിൽ മമ്മുണ്ണി എന്ന് വിളിക്കുന്ന മരക്കാർ അബ്ദുള്ളയാണ് അറസ്റ്റിലായത്. പോക്സോ വകുപ്പ് ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്ന് വീണ് യുവതിക്ക് പരിക്കേറ്റു. ചൊവ്വലുപ്പടി സ്വദേശിനിയായ യുവതിക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു സംഭവം. പെരുമ്പിലാവിൽ
യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതി മടങ്ങിവരുന്നതിനിടെയാണ് അപകടം. ഗുരുവായൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആദിദേവ് ബസ്സിൽ നിന്നാണ് യുവതി വീണത്. യുവതിയെ നാട്ടുകാർ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിന്റെ എല്ലുകളൊടിഞ്ഞ യുവതിയെ സർജറിക്ക് വിധേയമാക്കി. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഒരലാശ്ശേരിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു. തിരുവില്ലാമല എരവത്തൊടി ചാങ്കൂത്ത് വീട്ടിൽ വേലായുധന്റെ മകൻ സുധീന്ദ്രനാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ദേശീയ പണിമുടക്ക് ദിവസം ഒരലാശ്ശേരി ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. രാസവളത്തിന് വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള കർഷക സംഘം തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AG's ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് KR ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഗീതാ ഗോപി, ഏരിയ സെക്രട്ടറി M ശിവശങ്കരൻ, AV പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി തുടരുന്നു. നിലവിൽ 205 പൈലുകളിൽ 195 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. 216 സെഗ്മെന്റ് ബോക്സുകൾ ഗർഡറുകളാണ് പാലം പൂർത്തിയാക്കാൻ വേണ്ടി വരുന്നത്. ഇതിൽ 40 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ നിർമ്മിക്കുകയും ഫിറ്റിംഗ് നടത്തുകയും ചെയ്യുമെന്ന് ET ടൈസൺ MLA പറഞ്ഞു. 110 ടണ്ണിലേറെ ഭാരമുള്ള കൂറ്റൻ ഗർഡറുകൾ 1200 മീറ്റർ അകലെയുള്ള നിർമ്മാണശാലയിൽ നിന്ന് ട്രെയിലറിലാണ് പാലത്തിലേക്ക് എത്തിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് പാലം നിർമ്മാണത്തിൽ സെഗ്മെന്റൽ ബോക്സ് ഗർഡർ ലോഞ്ചിംഗ് ഉപയോഗിക്കുന്നത്. ഇതുമൂലം നിർമ്മാണം വേഗത്തിലാക്കാനും പരമ്പരാഗത രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ മാലിന്യം കായലിൽ വീഴുന്നത് തടയാനും കഴിയും. കൂടാതെ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധം ക്രമീകരിക്കാനും സാധിക്കും. പാലത്തിന്റെ നിർമ്മാണ പുരോഗതിയിൽ തൃപ്തിയുണ്ടെന്നും സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സൈറ്റിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായ ഗതാഗത നിയന്ത്രണത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും MLA പറഞ്ഞു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പെരിഞ്ഞനത്ത് കപ്പേളയുടെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയുടെ ഭണ്ഡാരമാണ് കുത്തിത്തുറന്നത്. മുൻവശത്ത് വെച്ചിരുന്ന ഭണ്ഡാരത്തിന്റെ താഴ് തകർത്താണ് ഉള്ളിലുണ്ടായിരുന്ന പണം കവർന്നത്. ഏകദേശം 2000 രൂപയോളം നഷ്ടപ്പെട്ടതായി പറയുന്നു. 3 വർഷം മുമ്പും ഈ കപ്പേളയിൽ സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം കുടിവെള്ള പൈപ്പ് പൊട്ടി തകർന്ന റോഡും പൈപ്പും നന്നാക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചു. വടക്കേ സ്റ്റാൻഡിൽ നിന്ന് പാലിയം റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്ന് 1 മാസത്തിലേറെയായി കുടിവെള്ളം പാഴായിക്കൊണ്ടിരുന്നത്. ഇത് സംബന്ധിച്ച് TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പൊട്ടിയ കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതോടൊപ്പം റോഡിന് ഇരുവശങ്ങളിലുമുള്ള അഴുക്ക് ചാലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പഴയ കൾവർട്ട് പൊളിച്ച് പുതിയത് നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണികൾ പൂർത്തിയാകുന്നതുവരെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്കായി പഴുന്നാന ചെമ്മന്തിട്ട പാടശേഖരത്തിൽ നെൽക്കതിരുകൾ ഒരുങ്ങി. പഴുന്നാന ആലാട്ട് തറവാട്ടുകാരാണ് ഇല്ലം നിറയ്ക്കായി ഇത്തവണയും കതിരുകൾ വിളയിച്ചത്.
ആദ്യ കതിർക്കറ്റകൾ ആനായിക്കൽ ചീരംകുളങ്ങര ക്ഷേത്രത്തിലേക്ക്. പഴുന്നാന ചെമ്മന്തിട്ട പാടശേഖരത്തിലെ 4 ഏക്കർ വയലിലാണ് ഇല്ലനിറയ്ക്കുള്ള കതിരുകൾ വിളയിച്ചിട്ടുള്ളത്. ഗുരുവായൂർ, ശബരിമല, ചോറ്റാനിക്കര, വൈക്കം, ഇരിങ്ങാലക്കുട, കൂടൽമാണിക്യം, തൃപ്രയാർ, ആറാട്ടുപുഴ, കൊടുങ്ങല്ലൂർ, തളി, തൃപ്പൂണിത്തുറ, ഏറ്റുമാനൂർ, തിരുനക്കര ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേക്കും നിറപുത്തിരിക്ക് കതിർക്കറ്റകൾ കൊണ്ടുപോകുന്നത് ആലാട്ട് തറവാട്ടിൽ നിന്നാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 135 ക്ഷേത്രങ്ങളിലേക്ക് കതിർക്കറ്റകൾ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. 60 വർഷം മുൻപാണ് ആലാട്ട് തറവാട്ടുകാർ കാരണവർമാരായ വേലപ്പന്റെയും ഇത്യാമന്റെയും നേതൃത്വത്തിൽ ഇല്ലം നിറയ്ക്ക് കതിർ വിളയിക്കാൻ തുടങ്ങിയത്. അവരുടെ കാലശേഷം പിന്മുറക്കാരായ കൃഷ്ണൻകുട്ടി, ബാബു, രാജൻ, ചന്ദ്രൻ എന്നിവരാണ് കതിരൊരുക്കുന്നത്. ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേക്കും ഇല്ലനിറയ്ക്കായിട്ട് ഈ പഴുനാന ചെമ്മന്തട്ട പാടശേഖരത്തിൽപ്പെട്ട പാടത്തു നിന്നാണ് കതിരുകൾ കൊണ്ടുപോകാറ്. ഇപ്രാവശ്യം ക്ഷേത്രങ്ങളിലേക്ക് നല്ല രീതിയിൽ കതിരി കൊടുക്കാനായിട്ട് നല്ല കതിര് വിളഞ്ഞ് നിൽക്കുന്നതിൽ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അതിനെ ഈശ്വരാനുഗ്രഹം നന്നായിട്ട് നമുക്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഫസ്റ്റിൽ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായെങ്കിലും നമുക്ക് ക്ഷേത്രത്തിലേക്ക് കതിര് കൊടുക്കേണ്ട നേരത്ത് നമുക്ക് കതിര് കൊടുക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. വിഷു കഴിഞ്ഞാൽ അടുത്ത മുഹൂർത്തത്തിൽ വിത്തിറക്കും. 90 ദിവസം കൊണ്ട് കതിരിടുന്ന കനക ഇനത്തിലുള്ള വിത്താണ് ഉപയോഗിക്കുന്നത്. ഓരോ വർഷങ്ങളിലും 4000-ലധികം കതിർക്കറ്റകളാണ് ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ലക്ഷണമൊത്ത കതിരുകൾ ലഭിക്കുമെന്നതിനാലാണ് ഇവിടേക്ക് ആവശ്യക്കാർ എത്തുന്നത്. ഇത്തവണത്തെ ആദ്യ കതിർക്കറ്റ ആനായിക്കൽ ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കേട്ടറിഞ്ഞു വന്നതാണ്. ഞങ്ങളുടെ നാട്ടിലെ ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലനിറയ്ക്ക് വേണ്ടി ഒരു കതിര് അന്വേഷിച്ചിട്ട് കിട്ടാനില്ല. ഞങ്ങളുടെ നാട്ടിലും പാടങ്ങളൊക്കെ ഉണ്ട്, ഒരു കതിര് കിട്ടാനില്ല. അപ്പോൾ കേട്ടറിഞ്ഞിട്ട് വന്നതാണ്. നല്ല കതിര് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് കാലങ്ങളായിട്ട് പച്ച കതിരും അതുപോലെ വിളയാത്ത കതിരും ഒക്കെയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ആലാട്ട് ബാബുവിന്റെ അവിടേക്ക് വന്നിട്ടുള്ളത്. ആലാട്ട് ബാബുവിന്റെ കൃഷിയിടത്തിൽ ചീരക്കുളം ക്ഷേത്രം പ്രസിഡന്റ് KB അശോക് കുമാർ ആദ്യ കതിർ കൊയ്തെടുത്ത് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KS ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ജനവർദ്ധനൻ കല്ലായിയിൽ, ഭാരവാഹികളായ രവീന്ദ്രൻ, സദാശിവൻ, സഞ്ജയ്, ബാജി എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 500-ലധികം ക്ഷേത്രങ്ങളിലേക്ക് ഇല്ലനിറയ്ക്കുള്ള കതിർക്കറ്റകൾ കൊണ്ടുപോകുന്നത് ആലാട്ട് തറവാട്ടിൽ നിന്നാണ്. ഏകദേശം 6 പതിറ്റാണ്ടായി ഇവർ ഈ പുണ്യകർമ്മം തുടർന്നു വരുന്നു. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. കർഷക കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് NM ബാലകൃഷ്ണന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ അനുസ്മരണം നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA MP വിൻസെന്റ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, സംസ്ഥാന സെക്രട്ടറിമാരായ KN സജീവൻ, KN ഗോവിന്ദൻകുട്ടി, PU ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ മെട്രോയുടെ പ്രസിഡന്റായി ജോസ് പുതുക്കാടൻ ചുമതലയേറ്റു. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ചെമ്പൂക്കാവ് റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടന്നു. റോട്ടറി ക്ലബ്ബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ പ്രകാശ് ചന്ദ്രൻ സത്യപ്രതിജ്ഞയ്ക്കും സ്ഥാനാരോഹണത്തിനും നേതൃത്വം നൽകി. ചടങ്ങിൽ MI പോളി സെക്രട്ടറിയായും ജോർജ് വർഗീസ് ട്രഷററായും ചുമതലയേറ്റു. മുൻ പ്രസിഡന്റ് റോയ് കൂള, മുൻ സെക്രട്ടറി ഗ്രിഗറിൻ വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനാരോഹണ ചടങ്ങിന് മുന്നോടിയായി റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ മെട്രോയും എക്സ്പ്രഷൻസ് മീഡിയയുടെ ഫെയിം ഫോക്കസ് പ്ലാറ്റ്ഫോമും ചേർന്ന് സംഘടിപ്പിച്ച 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഫാഷൻ ഇനീഷ്യേറ്റീവ് ലിറ്റിൽ കിങ് ആൻഡ് ലിറ്റിൽ ക്വീൻ ഷോയിലൂടെ സേ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ഗ്ലോബൽ തലത്തിൽ 40-ലധികം ആഗോള സംഘടനകളുടെ നേതൃത്വം വഹിക്കുകയും ബഹ്റൈനിലെ ഇന്റർനാഷണൽ ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡായ ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടൽ ഗ്രൂപ്പിൽ ഏരിയ ചീഫ് എഞ്ചിനീയറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള റൊട്ടേറിയൻ ജോസ് പുതുക്കാടന്റെ നേതൃത്വത്തിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ മെട്രോ മികവാർന്ന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വടക്കാഞ്ചേരി ടൗണിൽ കടയുടെ പരസ്യ ബോർഡ് താഴേക്ക് വീണു. നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയുടെ തൊട്ടു മുന്നിലാണ് ബോർഡ് വന്നു വീണത്. തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടത്. പല സ്ഥാപനങ്ങളുടെയും ബോർഡുകൾ സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാണ്.
മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഫുഡ് ഫോഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായി വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ കവല, നായാട്ടുകുണ്ട് എന്നിവിടങ്ങളിൽ വിത്തൂട്ട് പരിപാടി സംഘടിപ്പിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ പരിസ്ഥിതി ക്ലബ്, ജൂനിയർ റെഡ് ക്രോസ് എന്നിവയിലെ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ മണ്ണിൽ ജൈവവളങ്ങൾ ചേർത്ത മിശ്രിതത്തിൽ വിത്ത് വെച്ച് തയ്യാറാക്കിയ വിത്തുണ്ടകൾ വിത്തൂട്ട് പരിപാടിയുടെ ഭാഗമായി വനത്തിൽ നിക്ഷേപിച്ചു. വനജീവികൾക്ക് കാടിനുള്ളിൽ തന്നെ മതിയായ ഭക്ഷണം ലഭ്യമാക്കാനാണ് കാടിന് അനുയോജ്യമായ ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ ഉൾപ്പെടുത്തിയ വിത്തുണ്ടകൾ നിക്ഷേപിച്ചത്. നായാട്ടുകുണ്ട് വനപ്രദേശത്ത് നടന്ന വിത്തൂട്ട് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. ഈ ഭൂമിയിൽ മനുഷ്യര് മാത്രം എന്നൊരു സംവിധാനം ഒരിക്കലും ഉണ്ടാവില്ല. മനുഷ്യര് മാത്രം മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം ജീവിക്കാൻ പറ്റില്ല. കാരണം അവിടെ നമുക്ക് എന്താ വേണം? നല്ല വായു വേണം, അല്ലേ? ഫലപുഷ്ടമായിട്ടുള്ള മണ്ണ് വേണം, സൂക്ഷ്മജീവികൾ, ജീവജാലങ്ങൾ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ സർക്കിൾ, നമ്മുടെ ഈ ചെയിൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ടെറിട്ടറി നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലേ? മനുഷ്യര് മനുഷ്യൻ്റെതായ രീതിയിലുള്ള ടെറിട്ടറി നിശ്ചയിച്ചിട്ടുണ്ട്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോജ് അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും പത്രങ്ങൾക്ക് വായിക്കാൻ പറ്റും, അല്ലേ? ഓരോ സ്ഥലങ്ങളിലും വന്യജീവികൾ ഇറങ്ങിയിട്ട് നാശങ്ങൾ ഉണ്ടാക്കുന്നു, കൃഷിഭൂമി നശിപ്പിക്കുന്നു, ആളുകളെ ഉപദ്രവിക്കുന്നു, അങ്ങനെ പല പല കാരണങ്ങളും നമ്മൾ വായിക്കാറുണ്ട്. ഇതിനൊക്കെ കാരണങ്ങൾ എന്തായിരിക്കും? വനത്തിൽ അതിൻ്റെ ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണ്. പഞ്ചായത്ത് അംഗം ചിത്ര സുരാജ്, മുൻ പഞ്ചായത്ത് അംഗം ജോയ് കാവുങ്ങൽ, മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇൻചാർജ് KP സന്തോഷ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ A രാജേഷ് ജോർജ്, VH അനൂപ്, PT ബൈജു, ജോബി ജോസഫ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ PG ആന്റണി, KS ദിബു, VN വിനോദ് കുമാർ, ഐശ്വര്യ വിജയൻ, NV വിനീത്, PS സനു, MC ഷനിത, VU വിത, വെസ്റ്റ് ഫോർട്ട് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഫോറസ്റ്റ് വാച്ചർമാർ എന്നിവർ പങ്കെടുത്തു. കവലക്കട്ടി വനഭാഗത്ത് നടന്ന വിത്തൂട്ട് പരിപാടി ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സവിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജ്, മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ പ്രധാന അധ്യാപിക M മഞ്ജുള, അധ്യാപിക ആദിത്യ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. TCV കൊടകര. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് T നിർമ്മല അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി CB ഗീത, സംസ്ഥാന സെക്രട്ടറിമാരായ രാജലക്ഷ്മി കുറുമാത്ത്, സ്വപ്ന രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളാങ്ങല്ലൂർ പൂവത്തുംകടവിലെ കള്ളുഷാപ്പിൽ വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. വള്ളിവട്ടം പുളികാകപ്പറമ്പിൽ വീട്ടിൽ കണ്ണനാണ് അറസ്റ്റിലായത്. ഞണ്ടിനെ പിടിക്കുന്ന റിങ് തിരികെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. വള്ളിവട്ടം കുമ്പക്കുളങ്ങര വീട്ടിൽ ദിവാകരനാണ് പരിക്കേറ്റത്. മാളയിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വട്ടക്കോട്ട കൈതവളപ്പിൽ 39 വയസ്സുള്ള സന്ധ്യയാണ് മരിച്ചത്. സംഭവ സമയത്ത് ഭർത്താവ് ബിജുവും മക്കളും വീട്ടിലുണ്ടായിരുന്നു. മരണകാരണം വ്യക്തമല്ല. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷ പ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടി. നിർണായകമായത് കാന്തപുരം AP അബൂബക്കറിന്റെ ഇടപെടൽ. നിമിഷ പ്രിയ കേരളത്തിലെത്തുമെന്നാണ് തന്റെ ഉറച്ച വിശ്വാസമെന്ന് ചാണ്ടി ഉമ്മൻ MLA. കീം റാങ്ക് പട്ടിക അവസാന നിമിഷം ഏകീകരണ ഫോർമുല മാറ്റിയത് എന്തിനെന്ന് സുപ്രീം കോടതി. ഹർജി ബുധനാഴ്ച വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കും. ഇരിങ്ങാലക്കുടയിൽ മന്ത്രി R ബിന്ദുവിനെ ABVP പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. അതിരപ്പള്ളിയിലെ റിസോർട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ കാട്ടാൻ ആക്രമിച്ചു. റിസോർട്ടിന്റെ മതിൽ തകർത്താണ് ആന അകത്ത് കടന്നത്. അഴീക്കോട് നിരോധനം മറികടന്ന് അയലക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തു. പിടികൂടിയ 500 കിലോ ചെറു മത്സ്യങ്ങളെ പുറംകടലിൽ നിക്ഷേപിച്ചു. കോടശ്ശേരി പഞ്ചായത്തിൽ UDF ഹർത്താൽ പൂർണ്ണം. പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഭരണപക്ഷ അംഗങ്ങളെ LDF അംഗങ്ങൾ മർദ്ദിച്ചുവെന്നാരോപിച്ചായിരുന്നു ഹർത്താൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.